എല്ലാവർക്കും സ്വാഗതം. സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ്സാണിത്. 1ാമത്തെ ക്ലാസ്സിൽ അഡ്സോർപ്ഷൻ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചത്. 2ാമത്തെ ക്ലാസ്സിൽ കറ്റാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ ക്ലാസ്സിൽ കൊളോയിഡ് എന്നറിയപ്പെടുന്ന സബ്സ്റ്റൻസുകളുടെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയായ കൊളോയിഡ്സിൻ്റെ തന്നെ പ്രിപ്പറേഷനും അതിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡുമാണ് സംസാരിക്കുന്നത്. 4ാമത്തെ ക്ലാസ്സിൽ കൊളോയിഡിൻ്റെ 2ാം ഭാഗമാണ്. അതിനകത്ത് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊളോയിഡുകൾ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ കൊളോയിഡുകൾ പ്യൂരിഫൈ ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെ അല്ലെങ്കിൽ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് സംസാരിക്കണം. അപ്പൊ അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലാണ്. ഇനി 1000 നാനോമീറ്ററിനെക്കാളും പാർട്ടിക്കിൾ സൈസ് കൂടിയിരുന്നാൽ അതിനെ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന് പറയാറുണ്ട്. 1 നാനോമീറ്ററിനെക്കാളും പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞിരുന്നാൽ അതിനെ ട്രൂ സൊല്യൂഷന്റെ പാർട്ടിക്കിൾ എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാക്കണമെങ്കിൽ, കൊളോയിഡൽ പാർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഇനി ഈ പ്രിപ്പറേഷന്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ലയോഫിലിക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് മെത്തേഡ്സ് ആവശ്യമില്ല. കാരണം അവിടെ സോൾവെന്റും അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സൺ മീഡിയവും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഓർഗാനിക് കൊളോയിഡ് അല്ലെങ്കിൽ ലയോഫിലിക് കൊളോയിഡ് ഉണ്ടാക്കാൻ പ്രത്യേക മാർഗം ആവശ്യമില്ല. അപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ശരിക്കും ലയോഫോബിക് കൊളോയിഡ് ഉണ്ടാക്കാനുള്ള മെത്തേഡ്സിനെ പറ്റിയാണെന്ന് ഓർമ്മ വേണം. അപ്പൊ ഇവിടെ നമ്മുടെ പ്രോട്ടീൻ സോളോ അല്ലെങ്കിൽ സ്റ്റാർച്ച് സോളോ ഒന്നും പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് അല്ല പറയുന്നത്. പകരം ഗോൾഡ് സോളും ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളും സിൽവർ സോളും പ്ലാറ്റിനം സോളും പോലുള്ള ആൾക്കാരുടെ പ്രിപ്പറേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗം ഞാൻ പറയാം. അതായത് ഈ വലിയ പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റിന്റെ പാർട്ടിക്കിളിനെ ബ്രേക്ക് ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിളെ കൺവേർട്ട് ചെയ്യാം. പ്രസിപ്പിറ്റേറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന 1ാമത്തെ മെത്തേഡ് ഉണ്ട്. ആ 1ാമത്തെ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്പേഴ്സൺ മെത്തേഡ് എന്ന് പറയാം. ഇനി നേരെ തിരിച്ച് ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിളിനെ നമുക്ക് കൊളോയിഡുകളായി കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡിന്റെ പ്രത്യേകത അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ചെയ്താണ് ഇത് എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെത്തേഡിനെ ഒന്നുകിൽ കെമിക്കൽ മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറയാം. അല്ലെങ്കിൽ കെമിക്കൽ. ഓക്കെ, അപ്പോൾ കൊളോയിഡ് ലയോഫോബിക് കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷൻ 2 മെത്തേഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഡിസ്പേഴ്സൺ മെത്തേഡാണ്, മറ്റൊന്ന് കണ്ടൻസേഷൻ മെത്തേഡാണ്. കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ കെമിക്കൽ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കെമിക്കൽ മെത്തേഡ് എന്ന് പറയാം. ഡിസ്പേഴ്സൺ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് അവിടെ പ്രസിപ്പിറ്റേറ്റിന്റെ പാർട്ടിക്കിളിന് കൊളോയിഡായി മാറിയാൽ, ഒരു പ്രസിപ്പിറ്റേറ്റ് കൊളോയിഡായി മാറിയാൽ അത് ഡിസ്പേഴ്സൺ മെത്തേഡ്. ഒരു ട്രൂ സൊല്യൂഷനിലെ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിലൂടെ കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെ കണ്ടൻസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ് എന്ന് പറയണം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്പേഴ്സൺ മെത്തേഡുകളെ പറ്റിയാണ്. അപ്പൊ ഈ ഡിസ്പേഴ്സൺ മെത്തേഡിൽ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗോൾഡ് സോൾ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സോൾ എന്നുള്ളത് കൊളോയിഡിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. സോൾ എന്നൊരു വാക്കുകൊണ്ട് അപ്പൊ നമ്മൾ യൂഷ്വലായിട്ട് ഇങ്ങനെ ഗോൾഡ് സോൾ, സിൽവർ സോൾ എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഗോൾഡിന്റെ 2 പീസ് എടുത്തു. ഗോൾഡ്. ഇനി ഇതിനെ ഒരു സ്യൂട്ടബിൾ ഡിസ്പേഴ്സൺ മീഡിയത്തിനകത്ത് വെക്കുക. ലയോഫോബിക് കൊളോയിഡ് ആയതുകൊണ്ട് ഒരു സ്റ്റെബിലൈസിംഗ് ഏജന്റ് ആഡ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. ഓക്കെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഈ 2 മെറ്റലിനും ഇടയിൽ ഒരു ഹൈ ടെമ്പറേച്ചർ റീജിയൻ ഉണ്ടാവുന്നുണ്ട്.
ഒരു ഹൈ ടെമ്പറേച്ചർ റീജിയൻ ഉണ്ടാവുന്നുണ്ട്. ആ റീജിയൻ നമുക്ക് കാണുന്ന സമയത്ത് ഒരു ആർക്ക് പോലെ ആർക്ക് പോലെ തോന്നും. ഞാൻ പറഞ്ഞു ആ ആർക്കിന്റെ പ്രത്യേകത ഒരു ഹൈ ടെമ്പറേച്ചർ റീജിയൻ ആണെന്ന് പറഞ്ഞു. ആ ഹൈ ടെമ്പറേച്ചറിന്റെ പ്രസൻസിൽ ഈ മെറ്റൽ, ഈ ഗോൾഡ് എന്ന മെറ്റൽ വേപ്പർ ആയി കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ സബ്ലൈം ചെയ്യും. ഓക്കെ, ഇനി ഈ സബ്ലൈം ചെയ്യുന്ന ഗോൾഡിന്റെ വേപ്പേഴ്സ് പുറത്തു പോവാതെ അത് തിരിച്ച് ആ ഡിസ്പേഴ്സൺ മീഡിയത്തിനകത്ത് കൊണ്ടുവരാൻ നമ്മൾ പുറത്ത് ഫ്രീസിംഗ് മിക്സ്ചർ അല്ലെങ്കിൽ ഐസ് ഉപയോഗിക്കുന്നു. ഫ്രീസിംഗ് മിക്സ്ചർ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ഫ്രീസിംഗ് മിക്സ്ചർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പുറത്തു പോയ ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകുന്ന വേപ്പേഴ്സ് തിരിച്ചു വന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്പേഴ്സൺ മീഡിയത്തിലേക്ക് കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾഡ് സോൾ അവിടെ ഉണ്ടാവുമെന്ന് ഓർമ്മിച്ചോണം. അപ്പൊ ഇങ്ങനെ ഗോൾഡ് സോളിന് പ്രിപ്പയർ ചെയ്യുന്ന ആ മെത്തേഡ് ഡിസ്പേഴ്സൺ മെത്തേഡിലെ ഒരു മെത്തേഡാണ്. അത് അറിയപ്പെടുന്ന പേര് ഒരു ശാസ്ത്രജ്ഞന്റെ പേരിലാണ്. അതിനെ ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയണം. അപ്പൊ ഡിസ്പേഴ്സൺ മെത്തേഡിലെ ഒന്നാമത്തെ മെത്തേഡാണ് ബ്രഡിക്സ് ആർക്ക് മെത്തേഡ്. ബ്രഡിക്സ് ആർക്ക് മെത്തേഡിലൂടെ ഏത് കൊളോയിഡ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, അവിടെ ഗോൾഡിന്റെ കൊളോയിഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. എങ്ങനെയാണ് ആ ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, 2 ഗോൾഡ് പീസ് എടുക്കുക, അതിനെ ഒരു ഡിസ്പേഴ്സൺ മീഡിയത്തിനകത്ത് മുക്കി വെക്കുക. എന്നിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ആർക്ക് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ റീജിയൻ ആണ്. ആ ആർക്കിന്റെ പ്രസൻസിൽ മെറ്റൽ സബ്ലൈം ചെയ്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ സബ്ലൈം ചെയ്ത് പോകുന്ന മെറ്റൽസിനെ തിരിച്ച് കണ്ടൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പുറത്ത് ഫ്രീസിംഗ് മിക്സർ ഐസ് കട്ട ഇടുക. ആ സമയത്ത് തിരിച്ച് കണ്ടൻസ് ചെയ്ത് പോകുന്നു എന്ന് പറയണം. അപ്പോൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ നോക്കുന്ന ഒരാളിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതിൽ ആദ്യ ഭാഗമാണ് ഡിസ്പേഴ്സൺ, തിരിച്ച് രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ കണ്ടൻസേഷൻ ആണ്. അപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ ഡിസ്പേഴ്സൺ അകത്താണ് ഹെഡിങ് പറഞ്ഞതെങ്കിലും ഇതിന്റെ ആദ്യ ഭാഗത്ത് ഡിസ്പേഴ്സണും രണ്ടാമത്തെ ഭാഗത്ത് കണ്ടൻസേഷനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡിസ്പേഴ്സൺ ആൻഡ് കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറയും. ഡിസ്പേഴ്സൺ ആൻഡ് കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്പേഴ്സൺ കണ്ടൻസേഷൻ മെത്തേഡിന്റെ പേര് അറിയാമോ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം അറിയാം. അത് ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഗോൾഡ് സോൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഡിസ്പേഴ്സൺ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഈ ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന് പറയാം. ഇനി ഇവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ഡിസ്പേഴ്സൺ നടത്തിയത് കൊണ്ട് ഇതിനെ ഇലക്ട്രോ ഡിസ്പേഴ്സൺ മെത്തേഡ് എന്നും പറയാറുണ്ട്. ഇതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ഓർക്കണം. ഇലക്ട്രോ ഡിസ്പേഴ്സൺ മെത്തേഡ് എന്ന് പറയണം. അപ്പൊ ഇനി ഈ ഡിസ്പേഴ്സൺ മെത്തേഡിൽ വരുന്ന രണ്ടാമത്തെ മാർഗം അത് ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റിനെ കൂടെ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്താൽ, ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പ്രസിപ്പിറ്റേറ്റിന്റെ പാർട്ടിക്കിൾ ഇങ്ങനെ പരസ്പരം ചേർന്നിരിക്കുകയാണ്. പരസ്പരം ഇങ്ങനെ ചേർന്നിരിക്കുന്ന സമയത്ത് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫെറിക് ക്ലോറൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന Fe3+ അയോൺ ഈ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സർഫസിൽ വന്ന് അഡ്സോർബ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ച വാക്ക് അഡ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നോക്കാം, ഇതൊരു ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ്, ഇത് വേറൊരു ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ഇത് പരസ്പരം ചേർന്നിരിക്കുന്ന സമയത്താണ് അതിനെ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സർഫസിലേക്ക് Fe3+ വന്നു. സോ ഇതൊരു പോസിറ്റീവ് ചാർജായി. ഇതിന്റെ സർഫസിലും Fe3+ വന്നു, ഇതും പോസിറ്റീവ് ചാർജായി. അപ്പോൾ 2 പോസിറ്റീവ് ചാർജായി മാറുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ ഒരു റിപ്പൽഷൻ വരും. ആ റിപ്പൽഷൻ വരുന്ന സമയത്ത് അത് പരസ്പരം അകന്നു പോകുന്നു. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ആയിരുന്ന ഒരാള് ഒരു റിയേജന്റ് ആഡ് ചെയ്ത സമയത്ത് അത് ഡിസ്പേഴ്സ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കൊളോയിഡായി മാറുക. ഇങ്ങനെയുള്ള ഈ മെത്തേഡിനെ വിളിക്കേണ്ട പേര് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, പെപ്റ്റൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ പ്രസിപ്പിറ്റേറ്റിനെ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ തന്നെ കൊളോയിഡായി മാറുന്നു. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജന്റ് ഫെറിക് ക്ലോറൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫെറിക് ക്ലോറൈഡിനെ നമ്മൾ വിളിക്കുന്ന പേര് പെപ്റ്റൈസിംഗ് ഏജന്റ് എന്ന് പറയാം. ഇനി പെപ്റ്റൈസേഷന്റെ പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പഠിച്ച അഡ്സോർപ്ഷൻ ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം കൊളോയിഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ആണ്. അതിന് 2 പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ മാർഗം ഡിസ്പേഴ്സൺ മെത്തേഡ് ആണ്.
അതിനകത്ത് രണ്ട് മെത്തേഡുകൾ പറ്റി പറഞ്ഞു. അതിലൊന്ന് ബ്രഡിക്സ് ആർക്ക് മെത്തേഡ്, മറ്റൊന്ന് രണ്ടാമതൊരെണ്ണം പെപ്റ്റൈസേഷൻ ആണ്. അപ്പോൾ അത് ഡെഫിനിഷൻ ഒക്കെ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം, തെറ്റി പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പറയേണ്ടത് ഇങ്ങനെ: കൺവേർഷൻ ഓഫ് എ precipitate into colloid, precipitate into colloid, conversion of a precipitate into colloid by the addition of a reagent is called peptization. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ അത് അഡ്സോർപ്ഷൻ ആണ്. അതായത് ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് Fe3+ അയോൺ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സർഫസിലേക്ക് വന്ന് അഡ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അത് പോസിറ്റീവ് ചാർജുള്ള സബ്സ്റ്റൻസ് ആയി മാറുന്നു, അത് റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൊളോയിഡ് ആയി മാറുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡായ കെമിക്കൽ മെത്തേഡിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കണ്ടൻസേഷൻ മെത്തേഡിലേക്ക് വരുന്നു. അവിടെ 4 മെത്തേഡ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡിലൂടെ നമ്മൾ ആഴ്സനിക് സൾഫൈഡിന്റെ കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തെ കണ്ടൻസേഷൻ മെത്തേഡിൽ സൾഫറിന്റെ കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാം. മൂന്നാമത്തതില് ഗോൾഡിന്റെ സോൾ നമ്മൾ ഡിസ്പേഴ്സൺ മെത്തേഡിലൂടെയും ഗോൾഡ് സോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടൻസേഷൻ മെത്തേഡിലൂടെയും ഗോൾഡ് സോൾ ഉണ്ടാക്കാം. ഈ നാലാമത്തെ ഫെറിക് ഹൈഡ്രോക്സൈഡ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് നമ്മൾ നേരത്തെ ഡിസ്പേഴ്സൺ മെത്തേഡിലും ഒരു മെത്തേഡ് പറഞ്ഞു, കണ്ടൻസേഷൻ മെത്തേഡിലും അവിടെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് കാണാം. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഇതിനകത്തൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല, എല്ലാവർക്കും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം ആഴ്സനിക് ഓക്സൈഡില് ആഴ്സനിക്കിന്റെ കൂടെ ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡില് ഹൈഡ്രജന്റെ കൂടെ സൾഫർ ഉണ്ട്. റിയാക്ഷൻ നടന്നു കഴിയുന്ന സമയത്ത് ആഴ്സനിക്കിന്റെ കൂടെ സൾഫർ ആണ് ചേർന്നിരിക്കുന്നത്, ഹൈഡ്രജന്റെ കൂടെ ഓക്സിജൻ ആണ് വന്നിരിക്കുന്നത്. സോ അതായത് രണ്ട് കോമ്പൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ മെത്തേഡിനെ നമ്മൾ ഡബിൾ ഡികമ്പോസിഷൻ എന്ന് പറയാറുണ്ട്. ഡബിൾ ഡികമ്പോസിഷൻ, ഡീകമ്പോസിഷൻ. അപ്പൊ കണ്ടൻസേഷൻ മെത്തേഡില് ഒരു മെത്തേഡ് ഡബിൾ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറയാം. ഇനി അടുത്തത് ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ -2. ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0. അപ്പം -2 എന്നുള്ളത് 0 ആയി ഇൻക്രീസ് ചെയ്യുന്നു, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് പറയണമെന്ന് കേട്ടിട്ടുണ്ട്. സോ രണ്ടാമത്തെ മെത്തേഡ് ഓക്സിഡേഷൻ. ഇനി മൂന്നാമത്തത് ഇവിടെ ഗോൾഡിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. ഇവിടെ ഗോൾഡിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പോൾ ഗോൾഡിന്റെ ഓക്സിഡേഷൻ നമ്പർ +3യിൽ നിന്ന് 0യിലേക്ക് കുറയുന്നുണ്ട്. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തിനെ റിഡക്ഷൻ എന്ന് പറയണം. റിഡക്ഷൻ. നാലാമത്തെ മെത്തേഡ് പെറിക്ലോറൈഡിന്റെ കൂടെ വാട്ടർ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്തു. വാട്ടർ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്തത് അത് ഇലക്ട്രോളിസിസ് ആണ്, വാട്ടർ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്തത് അത് ഹൈഡ്രോളിസിസ് ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ ഇക്വേഷനും പ്രത്യേകിച്ച് 2, 3, 4 പ്രാവശ്യം എഴുതി പഠിക്കണം, അല്ലെങ്കിൽ ഇക്വേഷൻ മറന്നുപോകും. ഓരോ ഇക്വേഷൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രത്യേകം ചോദിക്കാം. ഇതെല്ലാം കൂടെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രത്യേകം ചോദിക്കാം. അപ്പൊ ഇക്വേഷൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇക്വേഷൻസ് കണ്ടാൽ എളുപ്പം തോന്നും, ഇക്വേഷൻസ് നല്ലവണ്ണം എഴുതി പഠിക്കണം. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ലയോഫോബിക് കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് 2 മെത്തേഡ്സ് ഉണ്ട്. 2 മെത്തേഡ്സ് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ഡിസ്പേഴ്സൺ. അതെന്താണെന്ന് അറിയാം, പ്രസിപ്പിറ്റേറ്റഡ് കൊളോയിഡായി മാറുന്നു. അത് 2 തരത്തിലുണ്ട്. അത് ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് എന്ന്, പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് അറിയാം, അത് ചെയ്യാനും അറിയാം. രണ്ടാമത്തത് കണ്ടൻസേഷൻ മെത്തേഡാണ്, കെമിക്കൽ മെത്തേഡാണ്. അത് 4 എണ്ണം ഉണ്ടെന്ന് കണ്ടു. അതിൽ ആദ്യം പറഞ്ഞത് ഡബിൾ ഡികമ്പോസിഷൻ, അടുത്തത് ഓക്സിഡേഷൻ, അടുത്തത് റിഡക്ഷൻ, അടുത്തത് ഹൈഡ്രോളിസിസ്. ഇങ്ങനെ 4 മെത്തേഡ്സിലൂടെ അത് പ്രിപ്പയർ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന 2 ഹെഡിങ്സും നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. 4 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ഭാഗങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിലൊന്ന് ലയോഫോബിക് കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് പോകുന്നു, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കൊളോയിഡ്സിന്റെ പ്യൂരിഫിക്കേഷനെ പറ്റി പറയണം. ഓക്കെ, അപ്പോൾ പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒരു പാർച്ച്മെന്റ് പേപ്പർ കൊണ്ടുള്ള ഒരു ബാഗ് എടുക്കുക. പാർച്ച്മെന്റ് പേപ്പർ. ഈ പാർച്ച്മെന്റ് പേപ്പറിന്റെ പ്രത്യേകത, ഇതിലൂടെ കൊളോയിഡൽ പാർട്ടിക്കിൾ കടന്നു പോകില്ല, ഇംപ്യൂരിറ്റി ആയ ഇലക്ട്രോലൈറ്റ് കടന്നു പോകും. ഇതിലൂടെ കൊളോയിഡൽ പാർട്ടിക്കിൾ കടന്നു പോകില്ല, ഇംപ്യൂരിറ്റീസ് കടന്നു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പാർച്ച്മെന്റ് പേപ്പർ എടുത്തിട്ട് അതിന്റെ ഒരു ബാഗ് ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ട ഇംപ്യൂരിറ്റി ഉള്ള കൊളോയിഡ് ഇതിനകത്ത് ഒഴിക്കുക. സ്വാഭാവികമായിട്ടും ഈ ഒഴിക്കുന്ന സമയത്ത്
വാട്ടറിന്റെ സ്ട്രീം, വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം, ഒഴുകുന്ന വെള്ളം. ഓക്കെ, ഇപ്പൊ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇതിനെങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഈ വെള്ളത്തിലൂടെ അങ്ങ് പോകും. ബാക്കി ഇത് നോക്കുന്ന സമയത്ത് പ്യുവർ കൊളോയിഡ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ കൊളോയിഡിന്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര്, പ്യൂരിഫിക്കേഷൻ മെത്തേഡിനെ വിളിക്കുന്ന പേര് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള വാക്കാണ് ഡയാലിസിസ് എന്ന് പറയണം. അപ്പൊ കൊളോയിഡിന്റെ പ്യൂരിഫിക്കേഷനകത്ത് വരുന്ന ഒരു ഹെഡിങ് ആണ് ഡയാലിസിസ്. അത് ഓർമ്മിക്കുന്ന വാക്ക് ഈ പാർച്ച്മെന്റ് പേപ്പറാണ്. പാർച്ച്മെന്റ് പേപ്പറിൽ ഒരു ബാഗ് ഉണ്ടാക്കുക, ഇംപ്യൂർ കൊളോയിഡ് അതിനകത്തിടുക, ഇതിന്റെ സ്ട്രീം ഓഫ് വാട്ടറിൽ വയ്ക്കുന്ന സമയത്ത് ഇമ്പ്യൂരിറ്റീസ് എല്ലാം വാഷ് ഓഫ് ആവും, ബാക്കി കിട്ടുന്നത് പ്യുവർ കൊളോയിഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ പറഞ്ഞു ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ അയോണുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ റേറ്റ് ഓഫ് ഡയാലിസിസ് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ റേറ്റ് ഓഫ് ഡയാലിസിസ് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് ഇൻക്രീസ് ചെയ്താൽ ആ മെത്തേഡിനെ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയാം. ഇലക്ട്രോ ഡയാലിസിസ്. ഇനി മറ്റൊരു മെത്തേഡിലേക്ക് വന്നാൽ നമ്മൾ സാധാരണ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ, അതിന്റെ സർഫസിലേക്ക് കൊളോയിഡിയോൺ എന്നറിയപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് കോട്ട് ചെയ്യുക. ഈ കൊളോയിഡിയോൺ എന്താണെന്ന് ചോദിച്ചാൽ അത് നൈട്രോ സെല്ലുലോസ് ആണ്, അല്ലെങ്കിൽ സെല്ലുലോസ് നൈട്രേറ്റ് ആണ്. അപ്പൊ അത് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കൊളോയിഡിയോൺ സെല്ലുലോസ് നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രോ സെല്ലുലോസ് ഇതിലോട്ട് കോട്ട് ചെയ്യുക. കോട്ട് ചെയ്തിട്ട് ഇതിന്റെ സർഫസിലുള്ള പോർസിന്റെ കുഴികളുടെ സൈസ് ചെറുതാക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഉണക്കിയെടുക്കുന്ന സമയത്ത് ഈ ഫിൽറ്റർ പേപ്പർ, ഓർഡിനറി ഫിൽറ്റർ പേപ്പറിന്റെ കൂടെ ആദ്യം കൊളോയിഡിയോൺ എന്ന് വെച്ചാൽ സെല്ലുലോസ് നൈട്രേറ്റ് ആണ്, അത് വെച്ച് കോട്ട് ചെയ്തിട്ട് ഒരു ഫിൽറ്റർ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫിൽറ്റർ പേപ്പറിനെ നമ്മൾ അൾട്രാ ഫിൽറ്റർ പേപ്പർ എന്ന് പറയാറുണ്ട്. ഈ അൾട്രാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്രേഷൻ നടത്തിയാൽ നമുക്ക് കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യാം. ഈ അൾട്രാ ഫിൽറ്റേഴ്സിന്റെ സർഫസിൽ കൊളോയിഡൽ പാർട്ടിക്കിൾ കാണും, ഇമ്പ്യൂരിറ്റീസ് എല്ലാം വാഷ് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അൾട്രാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്രേഷൻ നടത്തിയാൽ ആ ടെക്നിക്കിനെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാം. അൾട്രാ ഫിൽട്രേഷൻ. ഈ അൾട്രാ ഫിൽട്രേഷൻ പ്രത്യേകത, അതിനകത്ത് ഓർമ്മിക്കേണ്ട വാക്കുകൾ കൊളോയിഡിയോൺ, സെല്ലുലോസ് നൈട്രേറ്റ് പോലുള്ള വാക്കുകൾ അതിനകത്ത് ഓർത്ത് വയ്ക്കണമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതില് ഇത്രയും പറഞ്ഞതിൽ ഓരോന്നും പ്രത്യേകം ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് വരാം. അപ്പൊ ഇതിനകത്തുള്ള ചോദ്യം ഞാൻ ഉണ്ടാക്കി തരാം. നമ്മുടെ മെയിൻ ഹെഡിങ് രണ്ടെണ്ണമാണ് പറഞ്ഞത്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്, രണ്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്. ഇനി പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡിനകത്ത് തന്നെ ഡിസ്പേഴ്സൺ മെത്തേഡും കണ്ടൻസേഷൻ മെത്തേഡും. ഡിസ്പേഴ്സൺ മെത്തേഡിനകത്ത് തന്നെ ബ്രെഡിക്സ് ആർട്ട് മെത്തേഡും പെപ്റ്റൈസേഷനും. കണ്ടൻസേഷൻ മെത്തേഡിനകത്ത് തന്നെ ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ്. അത്രയും ഹെഡിങ്സ് പറഞ്ഞു. അതിലെല്ലാം എക്സാമ്പിൾസ് പക്കയായിട്ട് പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. രണ്ടാമത്തെ ഹെഡിങ് പറഞ്ഞത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ് ആണ്. പ്യൂരിഫിക്കേഷനകത്ത് 3 ഹെഡിങ്സ് പറഞ്ഞു. ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അതുപോലെ തന്നെ അൾട്രാ ഫിൽട്രേഷൻ. ഇതെല്ലാം പ്രത്യേകം ചോദ്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ കൊളോയിഡിയോൺ, നൈട്രോ സെല്ലുലോസ് പോലുള്ള വാക്കുകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോ ഡിസ്പേഴ്സൺ എന്നൊരു വാക്ക് ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഡിസ്പേഴ്സൺ ആൻഡ് കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് ചോദിച്ചാൽ ബ്രെഡിക്സ് ആർട്ട് മെത്തേഡ് എന്ന് പറയണം. ഓരോന്നും പ്രത്യേകമായിട്ട് പരീക്ഷ ചോദിക്കാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന വഴികളെന്ന് വെച്ചാൽ നമ്മൾ സർഫസ് കെമിസ്ട്രിയുടെ 1ാമത്തെ ക്ലാസ്സിലൂടെ അഡ്സോർപ്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. 2ാമത്തെ ക്ലാസ്സിൽ കാറ്റലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. 3ാമത്തെ ക്ലാസ്സിൽ കൊളോയിഡിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. 4ാമത്തെ ക്ലാസ്സിൽ കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡുകളും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മനസ്സിലാക്കുക. ബാക്കി അതിന്റെ കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.